ഹലോ. റമദാൻ കാലത്ത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനാണ് നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പോ ഞാനിപ്പോ ഇത് സൂമിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യകരമായ റമദാൻ എന്ന് പറഞ്ഞ സീരീസിലുള്ള നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് അല്ലെ ഹെൽത്തി റമദാൻ ചലഞ്ചിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് സംസാരിക്കാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? അപ്പോ റമദാൻ കാലത്ത് ഞാന് ഈ പ്രാവശ്യം നിങ്ങളടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്മാർട്ട് ആയിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഗോളല്ല, നമ്മള് ഫുഡിന്റെ കാര്യത്തില് അത് ഉണ്ടാക്കുന്നതിലായാലും കൊടുക്കുന്നതിലായാലും കഴിക്കുന്നതിലായാലും സ്മാർട്ട് ആയിട്ട് നമ്മളൊന്നും കൂടെ നോക്കിക്കാണാം. നമ്മൾ ഇതുവരെ ചെയ്ത റൊട്ടീനിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യം. ശരിക്ക് എല്ലാ റിസർച്ചിലും കാണിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന എന്താണ്, 3 മീലല്ലേ നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുക. അതായത് ഫസ്റ്റത്തത് നമ്മള് അത്താഴം തന്നെയാണ് ഫസ്റ്റത്തെ. ആ ഒരു അത്താഴത്തിന്റെ ഫുഡാണ് ഏറ്റവും എന്താ പറയാ റിച്ച് ആയിട്ട് നിങ്ങൾ കഴിക്കേണ്ടത്. അതിന് കുറേ റീസൺസ് ഉണ്ട്. അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത്താഴം നല്ല റിച്ച് ആയിട്ട് കഴിക്കണം എന്ന് പറയുന്നത് ഒരു ഹോൾ ഡേ എനർജി ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളൊരു വെയിറ്റ് ലോസ് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, ഫാറ്റി ലിവർ, ഒബീസിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്തെടുക്കണം, അല്ലെ മാറ്റി കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത്താഴം സ്കിപ്പ് ചെയ്യരുത്. അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ഒന്ന് ബാക്ക് നിന്ന് ഇങ്ങോട്ടേക്ക് വരാം. നമ്മൾ എപ്പോഴും ഡേ നമ്മൾ നോമ്പ് തുടങ്ങുന്നത് ആഹ് രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുക. തലേ ദിവസം രാത്രിയിൽ നമ്മൾ തറാവയൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ടാവാം. അല്ലെ, രാവിലെ ചിലപ്പോൾ കഴിക്കാൻ പറ്റൂലല്ലോ. രാവിലെ രാത്രി നന്നായിട്ട് കഴിച്ച് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ദഹനവും നടന്നിട്ടുണ്ടാവില്ല. നമുക്ക് തോന്നുകയില്ല, ടയർഡ്നെസ് ആയിരിക്കും. പിന്നെ നമുക്ക് അത്രയും ഫുഡ് വേണ്ട വരൂല. എന്തിനാ കഴിക്കുന്നതെന്നുള്ളൊരു ചിന്ത വരും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വരുന്നത് രാത്രിയില് നമുക്ക് എഴുന്നേൽക്കാനുള്ള മടി കൊണ്ട് ഫുഡ് ഉണ്ടാക്കണ്ടേ, എടുത്ത് വെക്കണ്ടേ, കഴിക്കണ്ടേ, മതീന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ആൾക്കാർക്കും ഭക്ഷണം കഴിക്കാൻ തോന്നൂല. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോഴത്തേക്ക് സമയമായിട്ടുണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് നമ്മള് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇനി നിങ്ങളുടെ അടുത്ത് എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ റമദാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഈറ്റിംഗ് പാറ്റേൺ ഒന്ന് മാറ്റണം. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് നമ്മള് നോമ്പ് മുറിക്കുന്ന ഒരു സമയം മഗ്‌രിബിന്റെ സമയത്ത് നിങ്ങള് ഫാസ്റ്റിംഗ് മുറിച്ച് കഴിഞ്ഞിട്ട് അതിനുശേഷം ഇപ്പം നമ്മളൊരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമാണെങ്കിൽ ഒരിക്കലും പഞ്ചസാര ചേർത്തേക്കല്ലേ. അതിൽ ഒന്നോ രണ്ടോ ഡ്രോപ്സ് നാരങ്ങ നീര് വേണേൽ ഉറ്റിക്കാം. എന്നിട്ട് നമുക്ക് കുടിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മെയിൻ ഫുഡ് ആ സമയത്ത് കഴിക്കണം എന്നാണ് ഞാൻ പറയാ ട്ടോ. എന്താന്നറിയോ? അത് അങ്ങനെ കഴിക്കുമ്പോൾ ഏറ്റവും ബോഡിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സമയം നമ്മൾ ഫാസ്റ്റ് ചെയ്തിട്ട് നമ്മള് ഓൾറെഡി നമ്മൾ രാവിലെ അത്താഴം കഴിച്ചപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു എനർജി ഫീൽ ആയിരിക്കും നമ്മുടെ ബോഡിയിൽ. അതേപോലെ തന്നെ വെള്ളത്തിന്റെ കാര്യം നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പം ആ വെള്ളത്തിന്റെ കാര്യം ഒക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബോഡിക്ക് നല്ല എനർജി ആയിരിക്കും. ഒരു ഉച്ചയാകുന്ന വരെ നമുക്ക് നല്ല നമ്മുടെ കഴിച്ച ഫുഡ് ഒരു 10, 11 മണി വരെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമല്ലോ. ആ സമയം വരെ നമ്മൾ കഴിച്ച ഫുഡ് ഉപയോഗിച്ചിട്ട് ബോഡി മെയിന്റനൻസ് വർക്ക് ഒക്കെ നടത്തും. എനർജി കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ടുള്ള സമയം, അതായത് ആ 11 മണിക്ക് ശേഷമാണ് നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഫാറ്റ് നമ്മുടെ ബോഡി യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അപ്പൊ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള നമ്മുടെ വയറിന്റെ അടുത്തുള്ള ഫാറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ എന്റയർ ബോഡിയിലുള്ള ഫാറ്റ് ആവും. ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. ഇത് യൂസ് ചെയ്ത് പിന്നെയും ബോഡി ഒരു കീറ്റോസിസ് അല്ലെങ്കിൽ സ്റ്റാർവേഷൻ മോഡിലോട്ട് തന്നെ ഇരിക്കുമായിരിക്കും. പിന്നെയും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വൈകുന്നേരം, അതായത് നിങ്ങൾ ഫുഡ് എടുക്കുന്നതിന്റെ ഒരു 2 മണിക്കൂർ ശരിക്കും ആ സമയത്ത് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ. കാരണം നമുക്കൊരു ടയർഡ്നെസ് ഫീലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് ഒരു ആഗ്രഹം വരാൻ തുടങ്ങും. ഒബിയസ്ലി നമുക്ക് വരും. ഈ സമയത്ത് നമ്മൾ ആ ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ ഫാസ്റ്റിംഗിന്റെ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. വെള്ളം കുടിച്ച് എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ടോ കാര്യങ്ങളോ കഴിച്ചിട്ട് നമ്മൾ പിന്നെ ഒരു അരമണിക്കൂറിന് ബ്രേക്കിന് ശേഷം നമ്മുടെ മെയിൻ ഫുഡ് കഴിക്കണം. കാരണം ആദ്യം കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആ ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സമയം നമ്മുടെ കയ്യിൽ പിന്നെ കുറച്ച് മണിക്കൂറുകൾ നമുക്ക് കിട്ടുകയാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് മെയിൻ ഫുഡ് കഴിച്ച് ആ കഴിക്കുന്ന പോർഷൻ ശരിക്ക് ഞാൻ എന്തായാലും ഡയറ്റ് ചാർട്ടും കാര്യങ്ങളും തരുമല്ലോ. അപ്പം നിങ്ങൾക്ക് ശരിക്കുള്ള ഒരു പോർഷൻ ആണ് തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞ്
പിന്നെ നമുക്ക് പ്രേയസിന് കുറച്ചുകൂടെ സമയം ഉണ്ടാവല്ലോ തറാവിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്തേക്ക് പിന്നെ നമ്മൾ സ്നാക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എടുക്കണ്ട കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ കിടക്കാൻ നേരത്ത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബോഡി പിന്നെയും ഡൈജഷൻ ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു റെസ്റ്റിംഗ് മോഡിൽ വേണം നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി. ഒരിക്കലും 10:30ക്ക് ശേഷം നിങ്ങൾ ഉണർന്നിരിക്കാൻ പാടില്ല. ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 10:30 മാക്സിമം. ആ സമയത്ത് നിങ്ങൾ കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പഴത്തേക്ക് നമ്മുടെ നമസ്കാരം എല്ലാം തറാവീഹ് കഴിയൂല അല്ലേ? കഴിയൂലേ 10:30 ആകുമ്പോഴത്തേക്ക്? കഴിയും. അപ്പം ആ സമയത്ത് ഉറങ്ങാൻ വേണ്ടി സെലക്ട് ചെയ്യും. നമ്മള് നേരത്തെ ഫുഡ് കഴിച്ചു. ഒരു 8:30 ആകുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി കഴിക്കുന്ന രീതിയിൽ തന്നെ ഫുഡ് സ്റ്റോപ്പ് ചെയ്യാം ട്ടോ. കാരണം ഫുഡിന് ശേഷം പിന്നെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കണല്ലോ നമ്മുടെ ബോഡിക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടൊക്കെ കഴിക്കാം. മെയിൻ ആയിട്ടുള്ള ഫുഡ് ഈ സമയത്ത് തന്നെ കഴിക്കണം എന്നാണ് ഞാൻ പറയാ ട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഒരു സമയം ഉണ്ടാവല്ലോ. ഒരു 9 മണിക്കല്ലേ എത്ര മണിക്കാ നിങ്ങള് തറാവീഹ് സ്റ്റാർട്ട് ചെയ്യാ? 8:30ക്കാണോ? 8:30. 8:30 അല്ലേ? ഒരു 7 മണിക്ക് നമുക്ക് നോമ്പ് മുറിച്ച് ആ സമയത്ത് കുറച്ച് ഫസ്റ്റ് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ. എന്തെങ്കിലും ഫ്രൂട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മള് മെയിൻ ഫുഡ് ആ സമയത്ത് കഴിക്കുന്നത് തന്നെയാ നല്ലത് ട്ടോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ടയർഡ്നെസ് തോന്നുവാണ് കഴിക്കണം തോന്നുവാണെങ്കിൽ കഴിക്കാം. പക്ഷെ ഫുഡിനേക്കാളും വെള്ളം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സുകള് വാട്ടർ മെലണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാം. മെയിൻ ആയിട്ടുള്ള ഫുഡ് രാത്രിയിൽ എടുക്കാതിരിക്കുക കേട്ടോ. അപ്പം ഡൈജഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കും. നമ്മൾ ഈ ഗട്ടിനെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ സമയം അത്രയല്ലേ ഉള്ളൂ. നമ്മൾ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് പിന്നെ ഒരു ഹറിബറിയും തിരക്കും വീട്ടിലെല്ലാവരും ഡയറ്റൊന്നും അല്ലല്ലോ. ബാക്കിയുള്ള ആളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടയും കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫുഡോ ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലും വേണേൽ അതും കുടിക്കാം. എന്നിട്ട് സോറി വെള്ളമോ വേണേ ഒരു സാലഡ് വേണേ കഴിക്കണം തോന്നുവാണെങ്കിൽ കഴിക്കാം. ഫുഡ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും സ്നാക്ക് ഐറ്റംസ് അതായത് ഫ്രൈ ചെയ്ത ഐറ്റംസ്, ഡീപ് ഫ്രൈ ചെയ്തത്, ഓവർ ആയിട്ടുള്ള അല്ലെ അത്തരം ഫുഡുകൾ നമ്മൾ എടുക്കണ്ട കേട്ടോ. ഓക്കെ. അത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അഥവാ നിങ്ങളെടുത്ത് ഇപ്പൊ നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു കൊതിയൊക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നിങ്ങൾ ഒന്നോ രണ്ടോ ഒരു പീസ് എടുത്തിട്ട് നിങ്ങൾ നിർത്തുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യാം ട്ടോ. പിന്നെ അതില് പിന്നെ വരുന്ന ഒരു ഡൗട്ട് വരുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം റമലത്ത് ചോദിച്ചായിരുന്നു ല്ലേ? അത്താഴത്തില് നമ്മള് എന്തായിരുന്നു റമലത്ത് എന്തായിരുന്നു ചോദിച്ചത്? ക്വസ്റ്റ്യൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പറയണംന്ന് പറഞ്ഞല്ലോ. അത് ദിവ്യ, ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല. എനിക്കിപ്പോ ഇവിടുന്ന് രാത്രി ആയാല് സാലഡ്സ് ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒന്നും കഴിക്കാൻ ആ പറ്റുന്നില്ല. അതാ ഓക്കെ. ഞാൻ. ആ. അപ്പം കുഴപ്പമില്ല. നമുക്ക് പ്രത്യേകിച്ച് ക്ലൈമറ്റിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് വൈസ് നമുക്ക് ചിലപ്പോൾ ജലദോഷമൊക്കെ വരുന്ന ആൾക്കാരോ ചില ആൾക്കാർക്ക് ആസ്മ പോലത്തെ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആ തണുത്ത ഫുഡ് എടുക്കണ്ട കേട്ടോ. നമുക്ക് എന്താണോ ബോഡിക്ക് വേണ്ടുന്നത് അത് കഴിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് നമ്മൾ ഒരു പരീക്ഷണത്തിന് നിൽക്കാനും പാടില്ല കേട്ടോ. പുതിയ എന്തെങ്കിലും എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോമ്പ് എടുക്കുന്നതിന് തന്നെ അത് ബാധിക്കും. അല്ലെ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ബോഡിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് ചലഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ നോമ്പ് മുറിക്കേണ്ടി വരുമല്ലോ. അപ്പം ഇത്തരം പരീക്ഷണങ്ങളും എക്സ്പെരിമെന്റ്സ് അത്തരം കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാത്തതാണ് നല്ലത് കേട്ടോ. നോമ്പിന്റെ ഈ 30 ദിവസങ്ങൾ നമ്മള് അല്ല കഴി ദിവ്യ, ഞാനത് ഇപ്പം വിചാരിക്കുന്ന വെച്ചാല് വേണമെങ്കിൽ അത്താഴ സമയത്ത് നോക്കാം. ഉം. അതാണ് ഇപ്പൊ പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അപ്പം നമ്മള് അത്താഴം എങ്ങനെ നമുക്കത് ഇപ്പം വേറൊരു കാര്യമുണ്ട് ട്ടോ. നമ്മൾ ഈ നേരത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റിംഗ് മോഡിലേക്ക് പോകും രാത്രി കിടക്കുമ്പോഴത്തേക്ക്. അപ്പം നമ്മള് 10:30ക്ക് കിടക്കാന്ന് പറയുമ്പം ആ ഒരു സമയം മുതൽ ഈ ഒരു 4 മണിക്ക് എണീക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ നാട്ടിലാണെങ്കിലും 3:30 4 മണിക്ക് എണീക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം സമയം ഉറങ്ങാൻ വേണ്ടി കിട്ടും. ഈ സമയത്ത് നമ്മള് ഈ ഗ്രന്ഥങ്ങളൊക്കെ മതഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറേ നമുക്ക് ബോഡീന്റെ ഉള്ളിൽ ഹീലിംഗ് നടക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിന്ന് നമ്മളെ മെന്റലിയും നമ്മുടെ സോളും ഒക്കെ ഹീലിംഗ് നടക്കും. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് അതിന്റെ എല്ലാം ശരീരത്തിലോട്ടേക്ക് അബ്സോർബ് ചെയ്തിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള നമുക്ക് തോട്ട്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉറക്കത്തില് ഡിസ്റ്റർബ് ഇല്ലാതെ ഇതൊക്കെ പ്രോസസ്സ് ചെയ്യണം. അതാണ് രാത്രിയിൽ തറാവി നിസ്കാരം വെച്ചിട്ടുള്ളത് തന്നെ കേട്ടോ. ഈ സമയത്ത് നമ്മൾ കിടക്കുമ്പം ഈ ചിന്തകൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ ചിന്തിക്കണം. നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി നമുക്ക് ഉറക്കത്തില് കോൺസെൻട്രേഷൻ ചിന്തകൾ എന്താണെന്നറിയോ? ഡൈജഷൻ ആയിരിക്കും ബ്രെയിൻ സ്വീകരിക്കുന്നുണ്ടാവും. മൂപ്പർക്ക് ഡൈജഷൻ എങ്ങനെ കറക്റ്റ് ചെയ്യാം? എങ്ങനെ ഇത് ദഹിപ്പിക്കും? ഇത് എവിടെ കൊണ്ടുപോയി? ഈ ചിന്തകളാ ഉണ്ടാവുക. അതുകൊണ്ടാണ് രാത്രിയില് ഞാൻ നിസ്കാരം പോലും സെറ്റ് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ രാത്രിയിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ പറയാ ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉറങ്ങാൻ വേണ്ടി പോണം. അപ്പം റിലാക്സ് ചെയ്യുന്ന ആ സ്റ്റേജിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ഉള്ളില് ഹീലിംഗ് നടക്കും.
നിങ്ങൾ അറിയാതെ. ഓക്കെ. അത് കഴിയുമ്പോൾ നിങ്ങളെ മനസ്സിൽ പോലും സെറ്റ് ചെയ്യണ്ട. നിങ്ങൾ അങ്ങനെ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് കണ്ണ് തുറക്കും. ഉം. അങ്ങനെ എണീക്കാൻ പറ്റും. അങ്ങനെ എണീക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താ ഏറ്റവും വലിയ ഗുണം എന്താണ്? രാവിലത്തെ അത്താഴം നമുക്ക് കഴിക്കാൻ പറ്റും. ആ അത്താഴത്തില് ഫുഡ് എന്താ പറയാ, ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ തണുത്തത് കഴിക്കരുത്. ഓക്കെ. അത്താഴത്തിൽ കൊടുക്കുന്ന ആ ഫുഡ് ഭയങ്കര തണുത്തിട്ട് എടുത്ത് കഴിക്കരുത്. നല്ല ചൂടിലും കഴിക്കണ്ട. ഇനിയിപ്പം എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഇപ്പൊ ഉള്ള റെസിപ്പീസ് ഇല്ലേ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് നുറുക്ക് ഗോതമ്പ്, അതേപോലെ ഓട്സ്, റാഗി, മില്ലറ്റ്സ് ഐറ്റംസ്, ഇത്തരം ഐറ്റംസ് കഴിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ചോറാണെങ്കിലും നമ്മുടെ തവിടോട് കൂടിയുള്ള ചോറും കുറച്ച് കറി, അല്ലെങ്കിൽ പഴങ്കഞ്ഞി പോലെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ട്ടോ. ആവിയിൽ ഉപയോഗിക്കാം. ഇതൊക്കെ ചെയ്യാം. സെറ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഇതിലൊരിക്കലും റെഡ് മീറ്റ് നിങ്ങൾ ഉൾപ്പെടുത്തരുത്. ഓക്കെ. ഇത് നമ്മൾ കുറച്ചുകൂടെ ഡിവൈൻ ആയിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ കഴിക്കരുതെന്നല്ല, സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു 10 ദിവസം 10 ദിവസം നിങ്ങൾ റെഡ് മീറ്റ് കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം. മട്ടൻ, രാവിലെ നിങ്ങൾക്ക് വൈകുന്നേരം കഴിക്കാം, കുഴപ്പമില്ല. അത്താഴത്തിൽ നിങ്ങൾ കഴിക്കണ്ട. ചിക്കൻ കഴിക്കാം, മുട്ട കഴിക്കാം, ഇതൊക്കെ ഉൾപ്പെടുത്തും. മീൻ കഴിക്കാം. പക്ഷെ റെഡ് മീറ്റ് കഴിക്കരുത്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ മെക്കാനിസം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ സ്റ്റോർഡ് ഫാറ്റ് ഇളകാതിരിക്കാൻ ഉണ്ട്. പിന്നെ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് ദിവസം, നോർമലി ഡെയിലി നോമ്പെടുക്കുന്ന ആൾക്കാരല്ലാത്ത സ്റ്റാർട്ടിങ്ങിലൊക്കെ എടുക്കുന്ന ആൾ പ്രത്യേകിച്ചിട്ട് അസിഡിറ്റി അല്ലെങ്കിൽ വോമിറ്റിംഗ് ഒക്കെ വരുന്നത് ഇത്തരത്തിലുള്ള ഫുഡ് രാവിലെ അല്ല, നമ്മൾ രാത്രി ലേറ്റ് ആയിട്ട് കുറച്ച് അധികം കഴിച്ചിട്ട് രാവിലെ അത്താഴത്തിന് എണീക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്ന ചില ആൾക്കാരെങ്കിലും ഉണ്ടാവും അല്ലെ. രാത്രി നല്ലോണം കഴിച്ചിട്ട് കിടക്കും. എന്നിട്ട് രാവിലെ വെറും വെള്ളം മാത്രം കുടിച്ചിട്ട് ഫാസ്റ്റിംഗ്. ഓക്കെ. ആ ഒരു രീതി ഭയങ്കര എന്താ പറയാ, മിസ്റ്റേക്ക് ആണ്. നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും ഹാർംഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്നറിയോ? ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലോട്ടേക്ക് കുറെ ഡംപ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. നിങ്ങള് ഈ ബോഡി തന്നെ സ്റ്റക്ക് ആക്കുന്ന രീതിയിൽ നമ്മൾ അത് ഇൻഫ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ ഒരേ സമയത്ത് 100% ഫിൽ ആക്കരുത് കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ഒരു 80% നടക്കാൻ പാടുള്ളൂ. നമുക്ക് മതി എന്ന് തോന്നുമ്പോൾ നിങ്ങൾ നിർത്തുക. ഓവർ ഈറ്റിംഗ് ചെയ്യരുത്. ഈ ഓവർ ഈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു രീതി അങ്ങനെയാണ് കേട്ടോ. വേണ്ടാന്ന് പറയാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള കഴിവ് നമ്മുടെ ബോഡിക്ക് ഉണ്ടല്ലോ. നിങ്ങൾ കുറച്ച് അധികമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഓവർ ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ജങ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഡ് മീറ്റ് പോലത്തെ ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിന്റെ തിങ്കിങ് കപ്പാസിറ്റി കുറഞ്ഞു പോകും. തലച്ചോറിന് അറിയാൻ പറ്റൂല നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താ വേണ്ടാത്തത് മൂപ്പർക്ക് തീരുമാനിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് ഈ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത ആൾക്കാർ നോമ്പ് മുറിക്കുന്ന ഉച്ചവരെ കുഴപ്പമില്ല, ഉച്ചയ്ക്ക് ശേഷം പിന്നെയും ടയർഡായി വീക്കായി എങ്ങനെയെങ്കിലും ആ ഒരു സമയം ആയാൽ മതി എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. പുതിയ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിലും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് അറിയില്ല എന്താ കഴിക്കേണ്ടത്, എന്താ കഴിക്കേണ്ടെന്ന്. ഇതൊക്കെ ഞാൻ പറഞ്ഞ ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. എല്ലാം അല്ലെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ അറിയാലോ. പക്ഷെ ഈ സമയത്ത് ബ്രെയിനിന് നിങ്ങളടുത്ത് പറയും ഇത് വേണ്ട, ഒഴിവാക്കിക്കോ, ഇത് വേണ്ട എന്നുള്ള ചിന്ത നമുക്ക് തരാൻ പറ്റൂല. മനസ്സിലായോ? നമ്മുടെ തോട്ട്സ് നമുക്ക് പവർ തരണല്ലോ. അതൊക്കെയാണ് ഇതിനിടയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. പിന്നെ പിന്നെ ഫുഡിന്റെ കാര്യം, നിങ്ങൾ സാധനം വാങ്ങിക്കുന്ന ഗ്രോസറി ലിസ്റ്റിൽ നിർബന്ധമായിട്ടും നട്ട്സും സീഡ്സും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിക്കുക. കാരണം നമ്മൾ ഫുഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ആൽമണ്ട്സ്, വാൾനട്ട്, നട്ട്സ് ഐറ്റംസ് ഇതൊക്കെ വാങ്ങിക്കണം കേട്ടോ. നമ്മൾ ഒരു ബേക്കറി സാധനങ്ങൾ, ജങ്ക് ഫുഡ് കഴിക്കുന്നില്ല, ബേക്കറി ഐറ്റംസ് കഴിക്കുന്നില്ല, അല്ല ഇത്തരം സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കുന്നില്ല. നമുക്ക് വേണ്ടുന്ന ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കണം ഇന്ന് തന്നെ കേട്ടോ. അതില് ഇപ്പം ഡയബറ്റിക്കിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒബീസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഫ്രൂട്ട്സ് ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളത് എടുക്കാത്തതാണ്. പേരക്ക, ആപ്പിള്, അനാറ് ഇതൊക്കെ ഉൾപ്പെടുത്താം. അതേപോലെ പപ്പായ കിട്ടുവാണെങ്കിൽ പപ്പായ, മസ്മെലണ്. പിന്നെ നമ്മുടെ പുഴുക്കളില്ലേ, നാടൻ പുഴുക്കളല്ലേ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത്, അതൊക്കെ നമുക്ക് നിർബന്ധമായിട്ട് സൂപ്പുകൾ ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ ഇതിലൊന്നും വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. നമ്മൾ പുറത്തുള്ള ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ഓർപ്പിച്ചാൽ മാത്രം മതി. മൈദയല്ലേ നമ്മുടെ റമദാന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്ന, എപ്പോഴും എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ആള്. ഈ മൈദേന്റെ അടുത്ത് നമ്മള് പറയാണ്, ഈ ഒരു 30 ദിവസം ഞാൻ നിന്നെ തൊടൂല എന്ന് പറയാം. അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റും. പറ്റും അല്ലെ. അപ്പൊ മൈദേന്റെ കുറ്റം കൊണ്ടല്ല കേട്ടോ. മൈദേന്റെ കുറ്റം കൊണ്ടല്ല, അത് പ്രോസസ് ചെയ്ത് വരുന്ന രീതി, നമ്മൾ ഉണ്ടാക്കുന്ന രീതി, അതൊരു വിഷയമാണ്. നമ്മൾ അതില് നമുക്കറിയാലോ, മൈദയിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും പശയാവുമല്ലേ ചെയ്യുന്നേ. മൈദയിൽ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ റബ്ബർ പോലെ ആവുമല്ലേ ചെയ്യുന്നേ, അല്ലെ. അപ്പം
നമുക്ക് പൊറോട്ട, ഞാനൊരു കേസായിട്ട് പറയാണ് കേട്ടോ. പൊറോട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബീഫിന്റെ നല്ല വരട്ടിയ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം തിന്നാൻ പറ്റും. അത് ഉറപ്പാണ്. അല്ലേ? അതിന്റെ എണ്ണയും കാര്യങ്ങളൊന്നും മീൻ കറിയില്, ചിക്കൻ കറിയിലോ മട്ടൻ കറിയിലോ ഇതിന്റെ ഓൾറെഡി ആയിട്ടുള്ള ഫാറ്റ് ഉണ്ട്. മീനൊക്കെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാം ട്ടോ. എങ്ങനെ ഫ്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ വേണേ വീഡിയോ എടുത്തിട്ട് അയച്ചു തരാം ട്ടോ. ഫ്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അതില് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാം. അതിന്റെ തന്നെ ഫാറ്റ് ഉണ്ട്. അതിന്റെ തന്നെ ഫാറ്റ് ഇറങ്ങി വന്നിട്ട് എണ്ണയായിട്ട് വരും. കുറച്ചെണ്ണ നമ്മൾ പുറത്തുനിന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് ആ മീനിന്റെ മസാലയൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കണം കുറച്ച് നേരത്തെ. എന്നിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ തന്നെ ഓയിലും ഇറങ്ങി വന്നിട്ട് സോഫ്റ്റ് ആക്കും. അതിന് ഫ്ലെയിം കുറക്കണം. കൂടുതൽ ഫ്ലെയിമിൽ നമ്മൾ മീറ്റ് ഐറ്റംസ് വേവിക്കുമ്പോഴും അത് ഹാർംഫുൾ ആണ്. പിന്നെ അതുപോലെ നമ്മൾ വിചാരിക്കും അൽഫാം, മന്തി ഇതിനൊക്കെ നമ്മൾ ഫയറിൽ കുക്ക് ചെയ്യുന്ന ഐറ്റംസ് അത് കുറേ ഡേഞ്ചർ ആണ്. അത് കാർബണേറ്റഡ് ആയിട്ട് വരും ഫുഡ്. അതാണ് ഇപ്പോഴത്തെ ഫാറ്റി ലിവറിന്റെ ഏറ്റവും വലിയ വില്ലനായിട്ട് വരുന്നത്. നമ്മൾ പറയൂലേ ഗ്രിൽഡ് ഐറ്റംസ്, ഈ ഗ്രിൽഡ് ഐറ്റംസ് അത് നിങ്ങളൊന്ന് റിയാലിറ്റി ആണ്, നിങ്ങൾ തിരിച്ചറിയണം. അതിന്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്ന മയോണൈസ് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ടേസ്റ്റ് പിടിച്ചു പോയോണ്ട് നമുക്ക് ഇവരുടെ അടുത്തൊന്നും എല്ലാരെയും ഒന്നും മാറ്റാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ആ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. പിന്നെന്താ, ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഞാനിപ്പോ പറഞ്ഞ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത്. നാളെ നമുക്ക് വേറെ ടോപ്പിക് എടുക്കാം. ഡിവിഷ, നമുക്ക് ഇപ്പം അത്തായ സമയത്ത് പുട്ട്, പഴം, കടല അങ്ങനെ കഴിക്കാൻ പറ്റും? തീർച്ചയായിട്ടും അത്താഴ സമയത്ത് ഏതായാലും കുഴപ്പം. നമ്മളിപ്പോ അരിനെ മാറ്റി നിർത്തുന്നൊന്നുമില്ല കേട്ടോ. അരിയൊക്കെ നല്ലതാണ്. പക്ഷെങ്കിൽ നമ്മൾ എടുക്കുന്ന എല്ലാത്തിലും ബാലൻസ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കും. ഇപ്പൊ പുട്ടും പഴവും ആണെങ്കിലും നിങ്ങൾ വേവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു, നമ്മളിപ്പം എപ്പോഴും ചെയ്യാൻ പറ്റുന്നത് രാജ്മ, വെള്ളക്കടല ഇത്തരം ഐറ്റംസ് നമുക്ക് വേവിച്ചിട്ട് പ്രീ കുക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു സിപ്ലോക്ക് ബാഗിലായിട്ട് ആക്കിയിട്ട് വെക്കാലോ നമുക്ക്. അതാകുമ്പോൾ നമുക്ക് വേണ്ടുന്ന നമുക്ക് ഒരാൾക്ക് വേണ്ടി മാത്രം കുക്ക് ചെയ്യാൻ നിൽക്കണ്ട. മനസ്സിലായി? ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മസാല ഉണ്ടാക്കാം. ഒരു ദിവസം മസാല പോലെ ഉണ്ടാക്കാം, ഒരു ദിവസം ഞാൻ റെസിപ്പീസ് പറഞ്ഞു സലാഡ് പോലെ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ചെയ്യാലോ. ഒരു ദിവസം ഹമ്മൂസ് ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ഇനി അതല്ല, ചിക്കനോ ഫിഷോ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കിയതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് ഓവറായിട്ട് പുറത്തുനിന്നുള്ളത് കഴിക്കാണ്ടെന്നാവും. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ മാരിനേറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ കുക്ക് ചെയ്തെടുക്കാലോ. എയർ ഫ്രയറിന്റെ അങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ പുട്ടല്ല, പുട്ടും പഴവും ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ എന്തായാലും ഉണ്ടാവുമല്ലോ, അങ്ങനെയും കഴിക്കാം. ഓക്കെ, എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കുന്നതിൽ ഒരു പോർഷൻ കുറച്ച് ഹെൽത്തി ആയിട്ട് നിങ്ങളൊന്ന് മാറ്റി വെച്ചാൽ മതി. എന്തെങ്കിലും ഓവറായിട്ട് ഓയിലോ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു പോർഷൻ ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ നേരത്തെ ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അത്താഴത്തിൽ വേണേൽ അങ്ങനെ ഉൾപ്പെടുത്താം. ആ സമയത്ത് എടുത്ത് പുറത്ത് വെച്ചാൽ കിടക്കാൻ പോകുന്നതിന് മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ ഓവറായിട്ട് തണുക്കാതിരുന്നാൽ മതി. മനസ്സിലായോ? കഴിക്കുന്നതിന് മുന്നേ. അതേപോലെ ചിയാ സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് സീഡ്സ് കിട്ടിയണോ എല്ലാവർക്കും? അത് ഉണ്ടാവില്ലേ കയ്യിൽ? കസ്കസ് സീഡ് ഉണ്ടോ? അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലോട്ടേക്ക്, അലർജി ഒന്നും ഉള്ള ആളൊന്നും ഉണ്ടാവില്ലല്ലോ. പ്രത്യേകിച്ച് പുതിയതായിട്ട് ഉപയോഗിക്കാൻ നിൽക്കണ്ട. നോർമലി ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ചിയാ സീഡ് ഇട്ടിട്ട് ലാസ്റ്റ് ടൈം കുടിക്കാൻ പാടില്ല. ഏറ്റവും ലാസ്റ്റ് ടൈമില് അതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചിയാ സീഡിൽ കുറെ കാര്യങ്ങൾ, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് കുറെ ഉണ്ട്. ഫസ്റ്റ് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫില്ലായി പോകും വയറ്. നമുക്ക് അത്താഴത്തിന്റെ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ടൈം ഒരു ഗ്ലാസ്സിൽ, കുറേ ഒന്നും വേണ്ട, കുറച്ച്. ഓക്കെ, അത് കുറേ വെള്ളം അബ്സോർബ് ചെയ്യും നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ. അപ്പം അത് നമ്മുടെ ബോഡിയിൽ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നാരങ്ങ ചേർത്തിട്ടുള്ള പരിപാടിയൊന്നും അത്താഴത്തിൽ വേണ്ട. നമുക്ക് വൈകുന്നേരം വേണേൽ ചെയ്യാം. ഓക്കെ, അത്താഴത്തിൽ പുതിയ പരീക്ഷണമൊന്നും വേണ്ട. പിന്നെ എപ്പോഴും നമ്മൾ സോക്ക് ചെയ്ത നട്ട്സ് ഒരു ഹാൻഡ് ഫുള്ള് നമ്മൾ കഴിക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ കഴിക്കുന്നതല്ല, എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും ഒരു 10 ആൽമണ്ട്സ് സോക്ക് ചെയ്തിട്ട് അതിന്റെ തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ആ ഒരു രീതിക്ക് അത് സോക്ക് ചെയ്തിട്ട് വേണം ഫീൽ ചെയ്തിട്ട് നിങ്ങൾ ബെഡിങ് സ്പേസിൽ വെച്ചാലും അങ്ങനെയും മതി. ലേറ്റ് ആയിട്ടാണ് എണീക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അത്താഴം കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അതേപോലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എഗ്ഗ് കഴിക്കാവോ എന്നുള്ളത്. തീർച്ചയായിട്ടും 3 എഗ്ഗ് വൈറ്റ് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നിട്ടില്ല ആളല്ലേ. 3 എഗ്ഗ് വൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് റെസിപ്പീസ് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കനും ഫിഷും ഒക്കെ കഴിക്കാം. റെഡ് മീറ്റ് കുറച്ച് ഫസ്റ്റത്തെ ദിവസങ്ങളിൽ അത്താഴത്തിൽ നിങ്ങൾ കഴിക്കണ്ട, ഡിന്നറിൽ നിങ്ങൾ ഉൾപ്പെടുത്തിക്കോളൂ, കുഴപ്പമില്ല. എന്തായിരുന്നു?
പിന്നെ ഒരു സംശയം, പിന്നെ ഈ ആൽമണ്ട്സ് വെള്ളത്തിൽ സോക്ക് ചെയ്താൽ നമ്മളത് പിന്നെ തോല് പോക്കിയിട്ട് ആൽമണ്ട്സ് കഴിക്കാനാണോ അല്ലെങ്കിൽ അതിന്റെ വെള്ളം കുടിക്കണോ? വേണ്ട, വെള്ളം വേണമെന്നില്ല. നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് വെക്കുന്നതാണ് വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല. മനസ്സിലായോ? ഈ തൊലി കളയുന്നത് അതിന്റെ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് ബോഡിക്ക് വേണ്ടാന്ന് വെച്ചിട്ട്, അത് ഡൈജഷൻ ചെയ്യേണ്ട നമ്മുടെ ബോഡിയല്ലേ. ഇത് ഇങ്ങനെ കിടക്കുമല്ലോ, നമുക്കറിയാലോ അതിന്റെ ടെക്സ്ചർ തന്നെ അറിയാലോ. നമുക്ക് അതിന്റെ ഉള്ളിലത്തെ സാധനമാണ് നല്ലത്. ഫൈബർ ഒക്കെ പുറത്തുള്ളതിലും ഉണ്ട് കേട്ടോ. അങ്ങനെ കഴിക്കുന്ന ആള് കഴിക്കുന്നുണ്ട്. നമ്മളൊക്കെ നോർമലി ടൈം ഇല്ലെങ്കിൽ കഴിക്കുമല്ലോ. ഓക്കെ, ഈ ആൽമണ്ട്സിന്റെ കൂടെ മറ്റേ വേറെ എന്തെങ്കിലും ഇത് കാഷ്യോ അങ്ങനെ എന്തെങ്കിലും ആണോ, അല്ലെ ആൽമണ്ട്സ് മാത്രമാണോ? ഏതിട്ടാണോന്ന് വെച്ചത്? കാഷ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രൈ കുഴപ്പമില്ല. ഫ്രൂട്ട്സ് അത് എന്തെങ്കിലും? ഇപ്പം ആൽമണ്ട്സിന് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഫാറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം കാഷ്യൂ ഒക്കെ ആകുമ്പോൾ കലോറി കൂടി പോകും. അതാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. ഒന്നൊന്നും കഴിക്കുക, ഒന്നോ രണ്ടോ ഒന്നും കുഴപ്പമില്ല. കൂടി പോകുമ്പോൾ ബുദ്ധിമുട്ടാവേണ്ട ആവശ്യം. ഇനി അല്ലെങ്കിൽ ഇതിന്റെ എണ്ണം കുറക്കുക. ഇപ്പം 10 ആൽമണ്ട്സ് എന്നുള്ളത് ഒരു 5 എണ്ണം എടുത്തിട്ട് 2 കാഷ്യൂ, ഒരു വാൾനട്ട്, അങ്ങനെയൊക്കെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് ഇന്ന് തന്നെ കഴിക്കാൻ പാടുള്ളൂ എന്നല്ല, പക്ഷെ ഇത് കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ ആയിട്ട്. അല്ല, ഡ്രൈ ഗ്രേപ്സ് അതൊക്കെ അത് നമ്മളെ റെസിപ്പീസിൽ വരുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു റെസിപ്പീസിലൊക്കെ വരും. അതായത് ഓവർനൈറ്റ് ഓട്സ്, അങ്ങനെ കുറച്ച് റെസിപ്പീസ് അതിലൊക്കെ നമുക്ക് ചേർക്കാം. അതൊക്കെ പറഞ്ഞു തരും കേട്ടോ. അത് സോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അതിൽ തന്നെ നമുക്ക് സോക്ക് ചെയ്ത് കഴിക്കുന്നതിനെ കൂടെ ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെങ്കിൽ ഇത് സ്വീറ്റ് അല്ലേ വരുന്നത്, അളവ് കൂടിക്കൊണ്ടാന്ന് വെച്ചിട്ടാണ്. വേറെന്താ? ചിയാ സീഡ് കഴിക്കുമ്പോഴേ യൂറിൻ ഒരുപാട് പോണ പോലെ ഫീൽ ചെയ്യുന്നു. നമുക്ക് പറഞ്ഞല്ലോ, നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും. വെള്ളത്തിന്റെ കണ്ടന്റ് ബോഡി കുറെ എടുക്കുന്നതുകൊണ്ടാണ് പുറത്തേക്ക് കുറെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ പുറത്തുനിന്ന് വരൂലല്ലോ വെള്ളം. അതും കൂടെ ഞാൻ പറയാട്ടോ. അത് ശരിക്കും ചോദിച്ചാൽ നന്നായിട്ടോ. നമ്മുടെ ബോഡിക്ക് വേണ്ടുന്നതിനെക്കാട്ടും കൂടുതൽ വെള്ളം പുറത്ത് എത്തിക്കഴിഞ്ഞാലും ഉണ്ടാകുന്ന ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയിലാണല്ലോ അതിന്റെ ഓവറായിട്ട് എന്താ പറയാ സംഭവിക്കും. പക്ഷെ ഈ റമദാൻ സമയത്ത് ഇത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. വെള്ളം കുടിച്ചു തുടങ്ങി. ഇപ്പോഴും ഉണ്ടോ അങ്ങനെ തന്നെ ഫേസ് ചെയ്യുന്നുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ചിയാ സീഡ് കഴിക്കുന്ന ദിവസം ഓവറായിട്ട് യൂറിൻ പോണ പോലെ തോന്നും. അപ്പൊ നമുക്കത് പറ്റുന്നില്ല. ഓരോരുത്തരുടെ ബോഡി ഡിഫറെന്റ് അല്ലേ. എല്ലാവർക്കും വേറെ ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ ചിയാ സീഡ് കഴിക്കുമ്പോ? സൗദത്താ, നിച്ചു, ആരെങ്കിലും ഉണ്ടോ കഴിച്ചോണ്ടിരുന്ന ആൾക്കാര്? ഇല്ല, എനിക്കൊന്നും തോന്നിയിട്ടില്ല. അപ്പം ഓരോരോ ബോഡി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ബോഡിക്ക് എന്താണ് അല്ലെ. നമുക്ക് അല്ലേ അറിയാൻ പറ്റൂ നമ്മുടെ ബോഡിയിൽ. ഇപ്പം ചില ആൾക്കാർക്ക് പരിപ്പ് കഴിച്ചാല് ബ്ലോട്ടിങ്ങും അസിഡിറ്റിയും വയറ് വീർത്ത പോലെ തോന്നും അല്ലെ. എല്ലാവർക്കും അത് ഉണ്ടാവില്ല. അപ്പൊ ഓരോരുത്തർക്കും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്താ. അതാണ് ഞാൻ ഒന്നും കൂടെ എടുത്ത് പറഞ്ഞത്. ഒരു പരീക്ഷണവും ഇപ്പൊ നിൽക്കരുത് കേട്ടോ. ചിയാ സീഡ് ഇതുവരെ കഴിക്കാത്ത ആളാണ് കഴിക്കണ്ട കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ നോർമലി കഴിക്കുമ്പോൾ നമുക്കൊരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ, സാലഡ്സിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളമായിട്ട് കുടിക്കണ്ട. നമ്മൾ സോക്ക് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന സാലഡ്സിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും ബോഡിക്ക്. അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ ഫ്ലാക്സ് സീഡ്സ് നല്ല ഒരു സോഴ്സ് ആണ്. നിങ്ങൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം രാവിലെ തന്നെയാണ്. അത്താഴത്തിൽ പറ്റുവാണെങ്കിൽ അങ്ങനെ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്യും. ഇപ്പൊ അങ്ങനെ വേണ്ടെങ്കിൽ പറഞ്ഞ പോലെ സാലഡ്സിൽ ചെയ്ത് കൊടുക്കാം. സ്ത്രീകൾ എന്തായാലും കഴിക്കുന്നത് നല്ലതാണത്. ഫ്ലാക്സ് സീഡ് നമ്മള് കുറച്ചിങ്ങനെ വറുത്ത് ക്രഷ് ചെയ്തതിന് ശേഷം ചേർക്കുന്നതാണ് കൂടുതൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഫ്ലാക്സ് സീഡ്സ് പക്ഷെ വറുത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മുഴുവനായിട്ട് അങ്ങ് എത്തും. രണ്ടും ഇപ്പം ഒരേ സാധനം. ഇപ്പൊ പയറിന്റെ കാര്യം എടുക്കാം. ചെറുപയർ മുളപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഉള്ള ഗുണമല്ല നമ്മൾ ചെറുപയർ കറി വെച്ച് കഴിക്കുമ്പോൾ ഉള്ളത്. മനസ്സിലായോ? മുളപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ അത് പിന്നെ നന്നായിട്ട് പ്രോട്ടീൻ ആണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. പക്ഷെങ്കിൽ നമ്മൾ മുളപ്പിച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഇല്ല അതിൽ. മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് മാറി. മനസ്സിലായോ? വൈറ്റമിൻസ് ആണ്. എനിക്ക് ഭയങ്കര വൈറ്റമിൻ ക്വാളിറ്റി ആണ് അങ്ങനെ കഴിക്കുമ്പോൾ ഉള്ളത്. അപ്പം ചെറുപയർ മാത്രം കഴിക്കുന്ന ആളാണെങ്കിലും മുളപ്പിച്ച ഐറ്റത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ ബോഡിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്യും. മനസ്സിലായോ? ആ ഒരു വ്യത്യാസമുണ്ട് രണ്ടും കഴിക്കുന്നതിൽ. അപ്പൊ എല്ലാ ദിവസവും ഒരേ ഫുഡ് തന്നെ ഒരേ രീതിയിൽ തന്നെ കഴിക്കുമ്പം ഏത് ഫുഡ് ആണെങ്കിലും ഗുണത്തിനേക്കാൾ ഏറെ ദോഷം ചെയ്യും കേട്ടോ. അത് ഏത് ഫുഡ് ആണെങ്കിലേ. അത് ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് പിന്നെ ഇപ്പം നമ്മുടെ ടേമറിക് ടീന്റെ കാര്യം പറയാം. ടേമറിക് ടീ നല്ലതാണ്. എല്ലാ ദിവസവും ടേമറിക് ടീ കഴിച്ചാല് അല്ലെ എന്താ സംഭവിക്കാം? എല്ലാ സാധനവും കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ പറയുന്ന സമയത്ത് നമ്മൾ തന്നെ റെസ്ട്രിക്ട് ചെയ്യണം കേട്ടോ.
കാരണം ചിലപ്പം നമ്മളത് കുറേ ദിവസം കഴിക്കുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് കൊണ്ട് ചിലപ്പം നമ്മുടെ ബോഡിയിലുള്ള ഓരോരുത്തരുടെ മെക്കാനിസം വ്യത്യാസമായിരിക്കും. അതിന്റെ വ്യത്യാസം കൊണ്ട് അത് ഓപ്പോസിറ്റ് ആയിട്ട് ചില ആൾക്കാരിൽ വ്യത്യാസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതാണ് ചില ആൾക്കാരൊക്കെ ലെമൺ കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി വരുന്ന ആൾക്കാരൊക്കെ ഇല്ല. അപ്പൊ നമ്മളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റൂല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. പിന്നെന്താ, പിന്നെ എനിക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത് വർക്കൗട്ടിന്റെ കാര്യമാണ്. ഓക്കെ, വർക്കൗട്ടിന്റെ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ നോർമലായിട്ട് നടക്കാനൊക്കെ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ നടത്തം കണ്ടിന്യൂ ചെയ്യണം. വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ സീരിയസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. അത് ഏറ്റവും ബെനിഫിറ്റ് ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റമദാൻ ടൈമിൽ നമ്മളെ ബോഡി ഈ ഫാറ്റ് ലോസ് എന്ന് പറഞ്ഞ സംഭവത്തിന് നന്നായിട്ട് നിങ്ങളടുത്ത് ആവശ്യപ്പെടും. നിങ്ങളെ ഇതൊന്ന് റീസെറ്റ് ചെയ്താന്ന് പറഞ്ഞിട്ട് നമ്മള് ഓൾറെഡി ടൈം ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി റെഡി ആയിരിക്കും, ഫാറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, എനർജിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഈ സമയത്ത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നല്ല എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം തന്നെ നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നിങ്ങൾ ചെയ്യുക, ഒരു 30 മിനിറ്റ്സ് നന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഒരു ഫാറ്റ് ബേണിംഗ് മെഷീൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. മനസ്സിലായോ? അത് എന്താണോ നമ്മളെ കൊണ്ട് പറ്റുക ആ ഒരു രീതിയിൽ. കാരണം ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് സുംബ ആയിരിക്കും, ചില ആൾക്കാർക്ക് അല്ലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക്ഔട്ട് ആയിരിക്കും. നടത്തം ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ വാക്ക് എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ടല്ലോ, 20 മിനിറ്റ്സ് വാക്ക്, അത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് ഈ റമദാൻ ടൈമിലാണ് കേട്ടോ. നമ്മളൊരു അറിയില്ലേ, നിങ്ങൾക്ക് അറിയില്ലേ വാക്ക്? ഞാൻ ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അത് നിങ്ങൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾ ചെയ്യുന്നതും കൂടെ ചെയ്താലും മതി. പിന്നെ ഇനിയിപ്പം അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ബോഡി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സ്ട്രെച്ചിങ്ങിന്റെ വേറൊരു വീഡിയോ ഇട്ടുതരാം കേട്ടോ. സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിട്ട് റിലാക്സ് ആയിട്ട് നമ്മൾ എത്ര പ്രയറും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് നമ്മൾ വേണ്ടുന്ന മൂവ്മെന്റ്സ് കൊടുക്കുമ്പോൾ അതും നിങ്ങളുടെ സ്ട്രെസ് ലെവൽ ഭയങ്കരമായിട്ട് കുറക്കും. നമ്മൾ എത്ര ഇതുണ്ടെങ്കിലും നമ്മൾ ഓരോ പാർട്ടും ഇങ്ങനെ എടുത്ത് ഇവരെയൊക്കെ ഈ എടുക്കുന്ന സമയത്തൊക്കെ ഇത് എന്റെ ബോഡിയാണ്, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു തോട്ട് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചീറ്റിങ് ചെയ്യൂല. മനസ്സിലായോ? നമ്മളിപ്പം ഒരു കത്തി എടുക്കുമ്പോൾ പോലും എന്നെ ഞാൻ പറഞ്ഞല്ലോ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതി തുടങ്ങി. എത്ര പേര് എഴുതി തുടങ്ങി? എഴുതുന്നുണ്ട്. എഴുതുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതി നോക്കണം. നിങ്ങളടുത്ത് പറഞ്ഞിട്ട് റമദാൻ മാസം ഫോർഗീവ്നെസിന്റെ മന്താണ്. എല്ലാവർക്കും പുറത്തു കൊടുക്കുക, മാപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് റമദാന്റെ ഏറ്റവും വലിയ മെസ്സേജ്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തതൊക്കെ ചെയ്തു, ഇറ്റ്സ് ഓക്കെ. ഇനി നിങ്ങൾ പുറത്തു കൊടുക്കുക, നിങ്ങൾ എല്ലാവർക്കും മാപ്പാക്കി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഉള്ളിൽ നിന്ന് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോട് തന്നെയാണ്. മനസ്സിലായോ? കുറേ സമയം പണിയെടുപ്പിച്ചതിനാണ് ഈ കൈയിന്റെ ഒരു താങ്ക് യു പറയുന്നത് നമ്മള്, അല്ലേ? ജനിച്ച അന്ന് മുതൽ നമ്മൾ പണിയെടുപ്പിക്കുന്നതല്ലേ, അതിനാണ് നമ്മൾ കൈക്ക് താങ്ക് യു പറയുന്നത്. അപ്പൊ നിങ്ങൾ കൗണ്ട് ചെയ്യുക നിങ്ങളെ ബ്ലെസ്സിങ്സ്. മൂപ്പരടുത്ത് ഇനിയിപ്പോ എഴുതാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞു തുടങ്ങണം കേട്ടോ. ദിവസം ഒരു 5 എണ്ണെങ്കിലും എടുത്ത് പറയണം. നിങ്ങളെ ചെവി കേൾക്കണം നിങ്ങൾ പറയുന്നത്. ചെവി കേട്ടാലേ അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ നിങ്ങൾക്ക്. നമ്മൾ എത്ര ഒരു റുട്ടീനായിട്ട് നിങ്ങൾ പുസ്തകം വായിച്ചാലോ അല്ലെങ്കിൽ റുട്ടീനായിട്ട് നിങ്ങൾ പ്രേയേഴ്സ് പറഞ്ഞാലോ നമ്മൾ ശീലിച്ച കാര്യങ്ങളല്ലേ, അതുപോലെയല്ല. നമ്മൾ ഈ ഒരു റമദാനിൽ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു തരത്തിൽ നിങ്ങളുടെ ശരീരത്തോട് ഓരോ ഭാഗത്തിനോടും താങ്ക് യു പറയണം കേട്ടോ. നമുക്ക് ഈ ബ്രീത്ത് ശരിക്കും ചെയ്യാൻ പറ്റുന്നതിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ വേറെ മിറാക്കിളൊന്നും അല്ല കേട്ടോ. ഇതില് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങും. നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കും. അപ്പം നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ശ്രദ്ധയുണ്ട്. എന്താ ഉള്ളിലേക്ക് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. ഇത് കൊടുത്തിട്ട് ഞാൻ എന്റെ ബോഡീനെ നശിപ്പിക്കണോ എന്നുള്ളൊരു ചിന്ത മെല്ലെ വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ അറിയാതെ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഈ അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കില്ല. മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്കത്? പുതിയ എന്തെങ്കിലും അറിവ് കിട്ടുന്ന സമയത്താണ് ഇങ്ങനെ വന്നിട്ട് ഇരുന്നിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓരോ മീറ്റിംഗിലും തോന്നിയിട്ടുണ്ടോ? അത് ശരിക്കും മനസ്സിലാവണുണ്ട്. ഓരോ മീറ്റിംഗിലും നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഇന്നലെ പറഞ്ഞ കാര്യമായിരിക്കും ഇന്ന് എന്തെങ്കിലും പുതിയ എന്ത് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. മെഞ്ഞാന്ന് പറഞ്ഞതിനെക്കാട്ടും എന്തെങ്കിലും ഇന്നലത്തേലോ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും ആൾക്കാരെ എങ്ങനെ അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, നേരിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥ. അതാണ്. അപ്പോ ഇത് എന്തായാലും ഞാനിത് ഈ മീറ്റിംഗ് ഞാൻ 30 മിനിറ്റിലാണ് സെറ്റ് ചെയ്തത്. എല്ലാ ദിവസവും ഇത്ര സമയം ഇരുന്നാൽ മതി. കുറേ കാര്യങ്ങൾ കേട്ടാൽ തലയിലോട്ട് പോരും. ഇന്ന് കിട്ടിയത് എന്താണോ എന്നുള്ളത്
ഒന്നും കൂടെ റീതിങ്ക് ചെയ്യുക. എഴുതി വെക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ പേഴ്സണലായിട്ട് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് ഇട്ട് വെക്കുക. എന്താണെന്നറിയോ, ആ സമയത്ത് നിങ്ങൾ ഒന്നും കൂടെ ക്ലിയർ ആവും, പ്യുവർ ആവും. ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഞാൻ ഈ പറഞ്ഞതിന്റെ റെക്കോർഡ് നിങ്ങൾ ഒന്നും കൂടെ കണ്ടു നോക്കണം. എല്ലാം ഒന്നും നമ്മുടെ ബ്രെയിന് ക്യാച്ച് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്ത് തന്നെ ഇടുന്നത്. ബ്രെയിന് ഇരുന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മൂപ്പര് കേട്ടിട്ടുണ്ടാവും ഒരു 3ഓ 4ഓ കാര്യങ്ങളായിരിക്കും. അരുത് എന്ന് പറഞ്ഞത് എന്തായാലും കേട്ടിട്ടുണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങളും. ഓക്കെ, പക്ഷെ ഇത് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നിങ്ങൾ റീവർക്ക് ചെയ്യണം അതിൽ. മനസ്സിലായി? എല്ലാ വർഷത്തെയും പോലെയല്ല, ഈ പ്രാവശ്യം നിങ്ങളെ റീസെറ്റ് ചെയ്യാണെന്നുള്ള ബോധം ഒന്നും കൂടെ അത് ഉറപ്പിക്കും. അത് മനസ്സിലായിട്ടുണ്ടോ ഞാൻ പറയുമ്പോൾ? രണ്ടാമത് കാണുമ്പോൾ ഗുണം അതാണ് കേട്ടോ. അതാണ് ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെറുതെ പറഞ്ഞ് ഒരു വലിയ ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്ന ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത എന്തോ അതുകൊണ്ട് തന്നെയാണ്. ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. ആ കാണുമ്പോൾ ഉള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടാലുള്ള ഒരു ഗുണം അത്. ആ സമയത്ത് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളടുത്ത് വിട്ടുപോകും. ഒന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ കുട്ടികളായാലും ഒരുകൂടെ നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, കേൾക്കും. ആ സമയത്ത് പേടിച്ചിട്ടുണ്ട്. രണ്ടാമത് അവരെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരെ ഉള്ളിലോട്ട് എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം എല്ലാവരുടെ അടുത്തും കുഞ്ഞു മക്കളുടെ അടുത്ത് പ്രത്യേകിച്ചിട്ട് നമ്മൾ വെറുതെ ചീത്ത പറയാൻ നിൽക്കണ്ട കേട്ടോ. ചീത്ത പറയുമ്പം അവരെക്കാളും ഖരാബാകുന്നത് നമ്മളാണ്. അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇങ്ങനെ ചെയ്ത ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. മനസ്സിലായോ? ആരെയും പഠിപ്പിക്കാനൊന്നും പോണ്ട. നമ്മളെ കാര്യം നോക്കുക. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനുള്ള പവിത്രമായ 30 ദിവസങ്ങൾ നിങ്ങൾ എല്ലാവരും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളുടെ സമയം ഒട്ടും നശിപ്പിക്കണ്ട. നന്നായിട്ട് നിങ്ങളുടെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങുക, പ്രിപ്പയർ ആവുക. ഏറ്റവും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പം മൈൻഡപ്പ് ചെയ്യട്ടെ ഞാൻ. ഓക്കെ.